ഹലോ ഫ്രണ്ട്സ്, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് ഒരു 1 kg വെയിറ്റ് വരുന്ന നട്ടി ബബിൾ കേക്കിൻ്റെ വീഡിയോയുമായിട്ടാണ്. ഈ കേക്ക് ഞാൻ എൻ്റെ മോൻ്റെ ഫ്രണ്ടിൻ്റെ ബർത്ത്ഡേക്ക് ഒരു കേക്ക് കൊടുത്തിട്ടുണ്ടായിരുന്നു, നട്ടി ബബിൾ തന്നെ. അപ്പോൾ ആ വീട്ടിൽ നിന്ന് കഴിച്ചിട്ടുള്ള അവരുടെ വീടിൻ്റെ അടുത്തുള്ളവർ പറഞ്ഞിട്ടുള്ള ഓർഡറാണ് ഇത്. അപ്പോൾ ആ കേക്ക് നല്ല ഹൈറ്റ് ഉണ്ടായിരുന്നു. അപ്പോൾ ഞാനത് 8 ഇഞ്ചിലാണ് ചെയ്തിട്ടുണ്ടായിരുന്നത്. അപ്പോൾ കേക്ക് നല്ല അത്യാവശ്യം നല്ല ഹൈറ്റിലാണ് ഇരിക്കുന്നത്. അപ്പോൾ ഒരുപാട് ആൾക്കാരൊക്കെ ഉണ്ടാകുമ്പോൾ നമുക്ക് കുറേ പീസ് അപ്പോൾ അതിൽ നിന്നും കിട്ടില്ല കട്ട് ചെയ്തെടുക്കാൻ വേണ്ടി. അപ്പോൾ അതുകൊണ്ട് ഈ കേക്ക് അവർക്ക് കുറച്ച് വലിപ്പത്തിൽ ചെയ്ത് കൊടുക്കാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. 1 kg കേക്ക് തന്നെ കുറച്ച് വലിപ്പത്തിൽ ചെയ്ത് കൊടുക്കാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പം ഞാൻ അവരോട് പറഞ്ഞു, എന്നാൽ നമ്മൾ സ്ക്വയർ ടൈപ്പിൽ ചെയ്യുമ്പോൾ നമ്മൾ റൗണ്ട് മോഡൽ ചെയ്യുന്നതിനേക്കാളും കുറച്ച് വലുപ്പത്തിൽ ഇരിക്കുകയും ചെയ്യും, കുറേ പീസുകൾ കട്ട് ചെയ്തെടുക്കാൻ എളുപ്പമാണ്. അപ്പോൾ ഞാൻ അവരോട് പറഞ്ഞു, എന്നാൽ സ്ക്വയർ മോഡൽ ചെയ്ത് തരാമെന്ന് പറഞ്ഞു. അപ്പോൾ അങ്ങനെ മതി, ഓക്കെ എന്ന് പറഞ്ഞതാണ്. എൻ്റെ കയ്യിലാണെങ്കിൽ സ്ക്വയർ ബേസ് ഉണ്ടായിരുന്നില്ല. അപ്പോൾ ഞാൻ വൈകുന്നേരം വാങ്ങാമെന്നോർത്ത് അവരോട് പറഞ്ഞതാണ്. അപ്പോൾ ഞാൻ വൈകുന്നേരം കടയിൽ നിന്ന് മേടിക്കാമെന്ന് ഓർത്തിട്ടാണ് പറഞ്ഞിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ഇപ്പോൾ നോമ്പ് തുടങ്ങിയ കാരണം ഷോപ്പെല്ലാം പെട്ടെന്ന് അടക്കുന്നത് കൊണ്ട് എനിക്ക് സ്ക്വയർ ടൈപ്പിലുള്ള കേക്കിൻ്റെ ബേസ് കിട്ടിയിട്ടുണ്ടായിരുന്നില്ല. അതുകൊണ്ട് ഞാൻ ഇത് 1 kgയുടെ ബാറ്റർ തന്നെ നമ്മൾ 9 ഇഞ്ചിൽ ബേക്ക് ചെയ്തതാണ്. എന്നിട്ട് 10 ഇഞ്ചിൻ്റെ ബേസ് തന്നെയാണ് എടുത്തിട്ടുള്ളത്. അപ്പോൾ നമ്മൾ 9 ഇഞ്ചിൽ ബേക്ക് ചെയ്യുമ്പോൾ കേക്കിൻ്റെ ബേസ് നമ്മൾ ഫിനിഷ് ചെയ്യുമ്പോൾ കേക്ക് ഇങ്ങനെ ഫുള്ളായിട്ടിരിക്കുന്നത് കൊണ്ട് ഞാൻ കേക്കിൻ്റെ സൈഡ് ഭാഗം കുറച്ച് കട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. അതുകൊണ്ടാണ് ഈ കേക്കിൻ്റെ സൈഡൊക്കെ ഈ ഒരു രീതിയിൽ ഇരിക്കുന്നത്. ഇത് നമ്മൾ ക്രം കോട്ട് ചെയ്ത് കഴിഞ്ഞ് ഒന്ന് നമ്മൾ കത്തി വെച്ചിട്ടൊന്ന് ഷേപ്പാക്കി എടുക്കാനുണ്ട്. അപ്പോൾ ഞാനിതാ കേക്ക് ഒന്ന് ആദ്യം തന്നെ ക്രം കോട്ട് ചെയ്തെടുക്കുന്നുണ്ട്. അപ്പോൾ അതിലേക്ക് നമ്മൾ 1 kgയുടെ സ്പഞ്ചാണ് ഉണ്ടാക്കിയിട്ടുള്ളത്. ഞാൻ സ്പഞ്ച് ഉണ്ടാക്കുന്ന വീഡിയോ ഇതിൽ ഉൾപ്പെടുത്തിയിട്ടില്ല, ഐസിങ് മാത്രമാണ് കാണിക്കുന്നത്. അപ്പോൾ ഞാൻ ഈ കേക്കിലേക്ക് ഷുഗർ സിറപ്പായിട്ട് എടുത്തിട്ടുള്ളത് 1 കപ്പ് വെള്ളവും 1 കപ്പ് പഞ്ചസാരയും അതിലേക്ക് 2 ടേബിൾ സ്പൂൺ മിൽക്ക് മെയ്ഡും ഒരു 2 ടേബിൾ സ്പൂൺ ബൂസ്റ്റും കൂടി മിക്സ് ചെയ്തിട്ടാണ് ഞാൻ ഈ കേക്കിലേക്കുള്ള സിറപ്പ് ഉണ്ടാക്കിയിട്ടുള്ളത്. അത് നമ്മുടെ കേക്കിൽ ചേർക്കുമ്പോൾ നല്ലൊരു ടേസ്റ്റാണ് കേക്കിന് വരുന്നത്. പിന്നെ കേക്കിൽ ഫില്ലിംഗ് ആയിട്ട് കൊടുക്കുന്നത് നമ്മുടെ ബദാം, അണ്ടിപ്പരിപ്പ്, ഇത് ഒന്ന് ചെറുതായിട്ട് കട്ട് ചെയ്തതും പിന്നെ അതിലേക്ക് ബൂസ്റ്റും പിന്നെ കുറച്ച് മിൽക്ക് മെയ്ഡും കൂടി ആക്കി കൊടുക്കുന്നുണ്ട്. പിന്നെ നമ്മൾ ഈ കേക്കിൻ്റെ ഫില്ലിങ് കൊടുക്കാനുള്ള ക്രീമിലേക്ക് കുറച്ച് വൈറ്റ് ചോക്ലേറ്റ് ഗനാഷും കുറച്ച് ബൂസ്റ്റും കൂടി മിക്സ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇതെല്ലാം നല്ലതുപോലെ ചേർത്ത് കൊടുത്തതിന് ശേഷം നമ്മൾ അടുത്ത ലെയർ വെച്ച് കൊടുക്കുന്നുണ്ട്. നമ്മൾ അടുത്ത ലെയർ വെച്ച് കൊടുക്കുമ്പോൾ ഇതുപോലെ സ്പഞ്ച് വെച്ചതിന് ശേഷം നമ്മുടെ കൈ കൊണ്ട് ഒന്ന് പ്രസ് ചെയ്ത് കൊടുക്കണം. അപ്പോൾ കേക്ക് അവിടെ നല്ല സെറ്റായിട്ട് ഇരിക്കും. അത് കഴിഞ്ഞ് നമ്മൾ ഷുഗർ സിറപ്പ് ആക്കി കൊടുക്കണം. വീണ്ടും ഇതുപോലെ ക്രീം വെച്ച് നമ്മൾ ആദ്യത്തെ ലെയറിൽ ചെയ്ത പോലെ തന്നെ നട്ട്സും മിൽക്ക് മെയ്ഡും ബൂസ്റ്റും ഒക്കെ ചേർത്ത് കൊടുക്കണം. പിന്നെ ഈ കേക്കിന് കസ്റ്റമർ പ്രത്യേകിച്ച് ഡിസൈൻ ഒന്നും പറഞ്ഞിട്ടില്ല. അപ്പോൾ ഞാൻ അതുകൊണ്ട് ഇതിന് നമ്മുടെ സാധാരണ നട്ടി ബബിൾ കേക്കിന് കൊടുക്കുന്ന ആ ഒരു ഡിസൈൻ തന്നെയാണ് കൊടുക്കുന്നത്. അവർക്ക് അതുപോലെ തന്നെ മതി എന്നാണ് പറഞ്ഞിട്ടുണ്ടായിരുന്നത്. ഇത് നാളെ രാവിലെ കൊടുക്കാനുള്ള കേക്കാണ്. അപ്പോൾ ഞാനിത് തലേ ദിവസം വൈകുന്നേരമാണ് ഉണ്ടാക്കുന്നത്. അപ്പോൾ നമ്മൾ വൈകുന്നേരം അല്ലെങ്കിൽ രാത്രി കേക്ക് ഉണ്ടാക്കി നമ്മൾ ഫ്രിഡ്ജിൽ വെച്ചാൽ രാവിലെ കസ്റ്റമറിന് കൊടുക്കാൻ നേരം ഇത് നല്ല സെറ്റായിട്ട് വന്നിട്ടുണ്ടാകും. അപ്പോൾ നമുക്ക് കേക്ക് നല്ല സെറ്റായിട്ടിരുന്നാൽ മാത്രമേ കേക്കിൻ്റെ കറക്റ്റ് ടേസ്റ്റ് കേക്കിൽ ഉണ്ടാകുകയുള്ളൂ. അപ്പോൾ എല്ലാവരും കേക്ക് കൊടുക്കുമ്പോൾ ഈ ഒരു രീതിയിൽ പെട്ടെന്ന് വന്ന ഓർഡറാണെങ്കിൽ ഇതുപോലെ പറ്റില്ല. എന്നാലും
തലേ ദിവസമൊക്കെ പറഞ്ഞിട്ടുള്ളതാണെങ്കിൽ ഇതുപോലെ ചെയ്ത് കൊടുത്താൽ നല്ലതായിരിക്കും. ഞാൻ ഈ കേക്കിലേക്ക് വേണ്ടിയിട്ട് നമ്മുടെ 5 രൂപയുടെ ഇതുപോലത്തെ പാക്കറ്റ് 2 എണ്ണമാണ് യൂസ് ചെയ്തിട്ടുള്ളത്. 2 പാക്കറ്റ് ഉണ്ടായാൽ നമുക്കിത് കേക്കിൻ്റെ സ്പഞ്ചിലും ക്രീമിലും ഷുഗർ സിറപ്പിലും എല്ലാം കൂടി കൊടുക്കാൻ വേണ്ടി പറ്റും. ഈ കേക്ക് ഫിനിഷ് ചെയ്ത് കഴിഞ്ഞപ്പോൾ 1,450 വെയിറ്റ് വരുന്നുണ്ടായിരുന്നു. അപ്പോൾ ഞാനതിന് എക്സ്ട്രാ റേറ്റ് ഒന്നും മേടിച്ചില്ല. ഞാൻ അവരോട് ആദ്യം തന്നെ റേറ്റ് പറഞ്ഞിട്ടുണ്ടായിരുന്നതാണ്. അപ്പോൾ ഞാൻ എക്സ്ട്രാ ഒന്നും വാങ്ങിയിട്ടില്ല. ആദ്യമേ കസ്റ്റമറിനോട് റേറ്റ് പറഞ്ഞിട്ടുണ്ടായിരുന്നതാണ്. ഇനി കേക്കൊന്ന് ക്രം കോട്ട് ചെയ്തതിന് ശേഷം നമ്മുടെ കേക്കിൻ്റെ സൈഡ് ഇതുപോലെ ആണ് ഇരിക്കുന്നത്. അപ്പോൾ നമുക്ക് ഫൈനൽ ഫിനിഷ് ചെയ്യുമ്പോൾ കേക്ക് കറക്റ്റായിട്ട് ഫിനിഷ് ആയിട്ട് വരില്ല ഇതുപോലെ ഇരിക്കുന്നത് കാരണം. അപ്പോൾ ഒരു കത്തി ഉപയോഗിച്ച് നമുക്ക് ഇതിൻ്റെ ഇതുപോലെ ഇങ്ങനെ ഇരിക്കുന്ന ഭാഗങ്ങളൊക്കെ ഒന്ന് കട്ട് ചെയ്ത് കളഞ്ഞൊന്ന് റൗണ്ട് ഷേപ്പിലാക്കിയെടുക്കാം. അപ്പോൾ ഇതാ റൗണ്ട് ഷേപ്പിലാക്കിയെടുത്ത് കേക്കിൻ്റെ ബേസൊക്കെ ഒന്ന് ക്ലീൻ ചെയ്ത് ഫ്രീസറിൽ ഒരു 10 മിനിറ്റ് നേരം ഫ്രീസ് ചെയ്ത് എടുത്തിട്ടുണ്ട്. നമ്മൾ ഫ്രീസറിൽ വെക്കുന്നതിന് മുന്നേ തന്നെ കേക്കിൻ്റെ ബേസ് എല്ലാം ഒന്ന് നല്ല രീതിയിൽ വൃത്തിയിൽ ക്ലീൻ ചെയ്തെടുക്കണം. അല്ലെങ്കിൽ നമ്മൾ ഫ്രിഡ്ജിൽ വെച്ച് കഴിഞ്ഞ് എടുത്താൽ പിന്നെ ഇത് ക്ലീൻ ചെയ്യാൻ ബുദ്ധിമുട്ടാണ്. അപ്പോൾ കേക്കിൻ്റെ ബേസ് അത്ര വൃത്തിയായിട്ടിരിക്കില്ല. അപ്പോൾ ഇതുപോലെ എന്തെങ്കിലും ഒരു തുണിയോ ടിഷ്യൂ പേപ്പറോ വെച്ചൊന്ന് ക്ലീൻ ചെയ്തെടുത്താൽ മതി. അപ്പോൾ നമുക്ക് നല്ല രീതിയിൽ തന്നെ വൃത്തിയായിട്ട് കിട്ടും. ഇനി കേക്ക് ഇതാ ഫൈനൽ ഫിനിഷ് ചെയ്യുന്നുണ്ട്. ഇതുപോലെ ഒരു സ്ക്രൈപ്പർ വെച്ച് സൈഡൊന്ന് റൊട്ടേറ്റ് ചെയ്ത് കൊടുത്താൽ നമുക്ക് സൈഡ് ഭാഗമെല്ലാം നല്ല രീതിയിൽ ഫിനിഷായി കിട്ടും. പിന്നെ ഇതുപോലെ ഒരു സ്ക്രൈപ്പർ എടുത്ത് ഒന്ന് റൊട്ടേറ്റ് ചെയ്താൽ മതി. അപ്പോൾ എല്ലാ ഭാഗവും ഒന്ന് ഇവനായിട്ട് തന്നെ വൃത്തിയായിട്ട് കിട്ടും. പിന്നെ ഞാൻ ഫൈനൽ കോട്ട് ചെയ്യുന്ന ക്രീമിൽ ഒരു ടേബിൾ സ്പൂൺ ബൂസ്റ്റ് കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ടായിരുന്നു. പിന്നെ ഇതുപോലത്തെ നീളമുള്ള സ്കെയിൽ വെച്ചിട്ടാണ് ഞാൻ ഫിനിഷ് ചെയ്തെടുക്കുന്നത്. ഞാൻ വേറൊരു വീഡിയോയിലും പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ നമുക്ക് നല്ല രീതിയിൽ തന്നെ കേക്കിൻ്റെ മുകൾ ഭാഗം ഫിനിഷായിട്ട് എടുക്കാൻ പറ്റും. അപ്പോൾ കേക്കിൻ്റെ മുകൾ ഭാഗം ഫിനിഷായിട്ട് കിട്ടാൻ ബുദ്ധിമുട്ടുള്ളവർ ഇതുപോലെ സ്കെയിൽ വെച്ചിട്ടൊന്ന് ചെയ്ത് നോക്കിയാൽ നല്ല ഈസി ആയിട്ട് നമുക്ക് ഫിനിഷ് ചെയ്തെടുക്കാൻ പറ്റും. ഇപ്പോൾ കേക്ക് ഇതാ ഇവിടെ ഫിനിഷായിട്ട് നല്ല വന്നിട്ടുണ്ട്. ഇനി നമുക്ക് അതിൻ്റെ മുകളിലേക്ക് കുറച്ച് ബൂസ്റ്റ് പൗഡർ ഒരു അരിപ്പയിൽ ഇട്ടിട്ട് ഇതുപോലെ കേക്കിൻ്റെ എല്ലാ ഭാഗത്തും ഒന്ന് ഇട്ട് കൊടുക്കാം. ബൂസ്റ്റ് പൗഡർ ചേർത്തതിന് ശേഷം ഞാനൊരു 5 മിനിറ്റ് ഫ്രിഡ്ജിൽ വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഫ്രിഡ്ജിൽ വെച്ചെടുക്കുന്ന സമയത്തൊന്ന് സൈഡ് ഇതുപോലെ തട്ടിപ്പോയിട്ടുണ്ടായിരുന്നു. പിന്നെ നമ്മൾ സൈഡിൽ നട്ട്സ് വെച്ച് കൊടുക്കുന്നതായതുകൊണ്ട് കുഴപ്പമില്ല. പിന്നെ ഞാൻ പേരെഴുതി കൊടുക്കുന്നുണ്ട്. പേരെഴുതി കൊടുത്തതിന് ശേഷമാണ് കേക്കിൻ്റെ മുകളിൽ ഇതുപോലെ ചോക്ലേറ്റ് വെച്ച് ബബിൾസ് പോലെ ഉണ്ടാക്കി കൊടുക്കുന്നത്. ഞാനിത് ക്രീം വെച്ചിട്ട് തന്നെയാണ് പേരെഴുതുന്നത്. നമ്മുടെ വിപ്പിംഗ് ക്രീമിൽ കുറച്ച് ലൂസാക്കി എടുത്താൽ മതി. അപ്പോൾ നമുക്ക് നല്ല രീതിയിൽ തന്നെ ഇതുപോലെ പേരെഴുതി എടുക്കാൻ പറ്റും. ഞാനിതുപോലെ വിപ്പിംഗ് ക്രീം വെച്ച് പേരെഴുതി കൊടുക്കുന്നത് വളരെ കുറവാണ്. ഞാൻ കൂടുതലും ഫോണ്ടൻറ്റിൽ തന്നെയാണ് പേരെഴുതി വെച്ച് കൊടുക്കുന്നത്. അതാകുമ്പോൾ നമുക്ക് ഈസി ആയിട്ട് എഴുതാൻ പറ്റും. ജെൽ കളർ ഉപയോഗിച്ച് എഴുതിയാൽ മതി. പിന്നെ ഞാനിതാ വൈറ്റ് ചോക്ലേറ്റ് ഗനാഷ് വെച്ചിട്ട് അവിടെ ഇവിടെ ചെറിയ ഡോട്ട് ഇട്ട് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഇനി നമുക്ക് കേക്കിൻ്റെ സൈഡ് ഭാഗത്ത് കുറച്ച് നട്ട്സ് വെച്ച് കൊടുക്കാം. നമ്മൾ നേരത്തെ കേക്കിൽ ഫില്ലിംഗ് ആയിട്ട് കൊടുത്തിട്ടുള്ള ബദാം, നട്ട്സ് അതൊക്കെ വെച്ചിട്ട് തന്നെയാണ് കൊടുക്കുന്നത്. അപ്പോൾ അത് നമുക്ക് ഒരു സ്ക്രൈപ്പർ വെച്ച് ഇതുപോലെ ആക്കി കൊടുത്താൽ നമുക്ക് നല്ല രീതിയിൽ തന്നെ സൈഡിൽ നട്ട്സൊക്കെ വെച്ച് കൊടുക്കാൻ പറ്റും. നമ്മൾ കൈ കൊണ്ട് വെച്ച് കൊടുക്കുന്നതിലും ഈസിയാണ് അതുപോലെ വെച്ച് കൊടുക്കുന്നത്. പിന്നെ നമ്മൾ പേരെഴുതി കഴിഞ്ഞതിന് ശേഷം മാത്രം ഇതുപോലെ ബബിൾസ് കേക്കിലാക്കി കൊടുക്കുക. അല്ലെങ്കിൽ നമ്മൾ ബബിൾസ് ആക്കി കഴിഞ്ഞിട്ടാണ് പേരെഴുതുന്നുണ്ടെങ്കിൽ നമുക്ക് കറക്റ്റായിട്ട് എഴുതാൻ പറ്റില്ല.
ഫോണ്ടൻറ്റിൽ കട്ട് ചെയ്ത് വെക്കുന്നതാണെങ്കിൽ കുഴപ്പമില്ല, നമുക്കതിൻ്റെ മുകളിലായിട്ട് വെച്ച് കൊടുക്കാൻ പറ്റും. അല്ലാത്തപ്പോൾ നമ്മൾ പേരെഴുതി കഴിഞ്ഞതിന് ശേഷം ബബിൾസ് ആക്കി കൊടുക്കുക. പിന്നെ ഇതാ കുറച്ച് ചോക്ലേറ്റ് ഡെക്കറേഷൻ കൂടി വെച്ച് കൊടുക്കുന്നുണ്ട്. നമ്മുടെ ഡാർക്ക് ചോക്ലേറ്റ് ഇതുപോലെ മോൾഡിൽ ഒഴിച്ചിട്ട് ആക്കിയെടുത്തിട്ടുള്ളതാണ്. അപ്പോൾ അതും 3 വെച്ച് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഇത്രയും ആക്കി കേക്കിൻ്റെ ലുക്ക് ഫിനിഷ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇതാണ് കേക്കിൻ്റെ ഫൈനൽ ലുക്ക്. എല്ലാവർക്കും ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമാവുകയാണെങ്കിൽ എല്ലാവരും ലൈക്ക് ചെയ്ത് ഷെയർ ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്യുക. വീണ്ടും പുതിയൊരു വീഡിയോ ആയിട്ട് കാണുന്നവരെ താങ്ക് യു ഫോർ വാച്ചിങ്.